Trivandrum special ആയ ബോളിയാണ് ഉണ്ടാക്കുന്നത്. ഈ ബോളിയും പാൽപ്പായസമില്ലാതെ ട്രിവാൻഡ്രത്ത് സദ്യ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഓണസദ്യക്ക് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലി സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പുണ്ട്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ചനാദാലില്ലേ, അത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ നമ്മളിത് വേവിച്ചെടുക്കാനാണ്, പക്ഷേ എന്നാലും ഇത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം, എന്നാലും നന്നായി നമുക്ക് വെന്ത് വരുള്ളൂ. ഓക്കെ, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണേ. 3 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കഴിഞ്ഞിട്ട് നമുക്കത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ കടലപ്പരിപ്പിൻ്റെ ഒപ്പത്തിനുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് വേവ് സമയം കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ മാവ് റെഡിയാക്കുക. 2 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലമാവിന് 2 കപ്പ് മൈദമാവ്. ഓക്കെ, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുക്കുക. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയില്ല അതുപോലെ കുഴച്ചെടുത്തിട്ട് അതിനേക്കാളും കുറച്ച് ലൂസ് വേണം കേട്ടോ മാവ്. ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ ലൂസ് മാവാണ് വേണ്ടത്. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മഞ്ഞളിടുന്നത് ജസ്റ്റ് ഒന്ന് കളർ കിട്ടാനാണ് കേട്ടോ. ഇങ്ങനെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസായിട്ട് ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ നല്ലെണ്ണ ഇല്ലെങ്കിൽ വേറെ ഓയിലും ഇടാം. ഓക്കെ, എന്നിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യണം. ഓക്കെ, ഈ ഓയിലിൽ ഇങ്ങനെ ഇരിക്കണത് എന്നാലും നമുക്ക് ആ സോഫ്റ്റ് ബോളി കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഇത് ഇരിക്കട്ടെ കേട്ടോ, എന്നാലും നമുക്ക് ആ ഡോ സോഫ്റ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മളുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. വെള്ളം വേണ്ട കേട്ടോ. ഇത് വെള്ളമില്ലാതെ ഈ കടലപ്പരിപ്പ് മാത്രം ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ചാറിലിട്ടിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അതുപോലെ ഫൈനായിട്ട് അരക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് റെഡി. ഒരു പാൻ ഓൺ ചെയ്തിട്ട് നമ്മുടെ ബോളി മിക്സിയിലിട്ട് അടിച്ചതില്ലേ അതിട്ട് കൊടുക്കുക. 1 കപ്പ് ശർക്കര ചീക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് ശർക്കര എടുക്കാം കേട്ടോ. 1 കപ്പ് ഇതിന് കടലപ്പരിപ്പിന് പാത്രത്തിൽ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതും ഒക്കെ അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഈ തീ ഓഫ് ചെയ്യുക. ഇന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഓക്കെ, ചൂടാറിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് വെക്കുക. ബാക്കി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബോളിയും പാൽപ്പായസമാണ് കേട്ടോ കോംബോ. മാവിൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് മൈദയുടെ ഇത് മാവില്ലേ അത് കുറച്ച് എടുത്തിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു പപ്പടം പോലെ ആക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ
കടലമാവിൻ്റെ ഇത് എടുത്തിട്ട് ഇതിങ്ങനെ ബോൾ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് കൂടുതലുള്ള ഭാഗം കുറച്ച് നമുക്ക് കളയാം കേട്ടോ, അല്ലെങ്കിൽ ആ ഭാഗം ഹാർഡായിരിക്കും. ഇത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് റൗണ്ടാക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. ഓക്കെ, ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാം. ഇനി നമുക്ക് ബോളി പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോളി ഇതിങ്ങനെ ആക്കിയിട്ട് ഇനി ഈസി ആയിട്ട് നമ്മൾ ചപ്പാത്തി ഇതാക്കണ പോലെ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് നല്ല ഇതിൽ വരുന്നുണ്ട്. നമുക്ക് വലുത് വേണമെങ്കിൽ വലുത് ഉണ്ടാക്കാം, ചെറുത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. പൊടി എടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ അധികമുള്ള അരിപ്പൊടി ഒന്ന് തട്ടിക്കളി. പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. നമ്മളുടെ ബോളി നമുക്കിത് ഇട്ട് കൊടുക്കുക. ഇത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിൽ വേവിൻ്റെ ഔട്ടർ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിടുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് പറ്റി കൊടുക്കാം. ഓക്കെ, പിന്നെ മുകളിലൊന്ന് നെയ്യ് തട്ടി കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെയും നമുക്ക് നെയ്യ് പറ്റി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബോളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബോളി ഇതുപോലെ ചുട്ടെടുക്കാം.